പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്റെ ആയുസ് തീരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും. ഐ പ്രോമിസ്. ഈ കവിതയൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ച് വേർപാടൊരു സുഖമുള്ള കാര്യമാണല്ലേ? എനിക്കറിഞ്ഞൂടാ, ആരോ പറഞ്ഞ് എവിടെയോ വായിച്ച വാക്കുകളാ. കാരണം വേർവിട്ട മനസ്സുകളിൽ ദുഃഖം തളം കെട്ടി നിൽക്കും. ആ വാക്കുകൾ പിന്നെ കുത്തിയങ്ങ് ഒഴുകും മനോഹരമായ കവിതകളായിട്ട്. അല്ലേ ഹരി? താൻ എഴുതണം കേട്ടോ. ഈ വേർപാടിന്റെ മനോഹരമായ കവിതകളില്ലേ, അതെഴുതണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതിനവസാനം നായികയും നായകനും ഒന്നിച്ച് ചേരുന്നു എന്ന് മാത്രം എഴുതരുത്. കാരണം അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഹരി. ഹരി, തന്റെ മുമ്പില് ഒന്നല്ല 2 ചോയ്സ് ഉണ്ട്. ഒന്നുകില് കാലങ്ങളോളം ഉരുകി ഉരുകി സ്വന്തം ജീവൻ തീരുന്നത് വരെ ഇവിടെ നിൽക്കാം. അതല്ലെങ്കിലേ എല്ലാം ഉപേക്ഷിച്ച് തനിക്ക് നാടുവിടാം. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയാ. ഓ മഹാമനോ, എന്തിനാടാ ഇവന്റെയൊക്കെ സംസാരം കേട്ടോണ്ട് നിൽക്കുന്നേ? എന്താ വീടിനകത്ത് കയറിയവരെ അടിച്ചു പുറത്താക്കണ്ടേ? യോ, കാരണം ഒരു നല്ല ഫോമിലാണല്ലേ. ഇതുവരെ ഞാൻ എടുത്തു വെച്ച ലിസ്റ്റില് കാരണവരുടെ പേരില്ല. അതുകൊണ്ടെന്താ ഇതുവരെ കാലം പുറപ്പെട്ടിട്ടുമില്ല. കാലനാരടാ നിന്റെ അപ്പൂപ്പന. അയ്യോ, നീ ഉണ്ടല്ലോ, നീ എന്നെ അങ്ങ് ഞൊട്ടും കേട്ടോടാ. എടാ, ഈ അങ്കനവാടി പിള്ളാരെ പേടിപ്പിക്കുന്ന പോലെ നീ എന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട കേട്ടോടാ. എന്ത് കണ്ടിട്ടാടാ നിന്റെ ഈ ഇളക്കം? കയ്യിൽ ഇത്തിരി തുട്ടുണ്ടെന്ന് കരുതിയിട്ടാ? അല്ലെങ്കിൽ രഘു നിന്റെ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടാ? എടാ മോനെ, നിന്നേക്കാളും വലിയ കാർമേഘങ്ങള് ആകാശത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റ പേരിന് ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്, മാനം തെളിഞ്ഞിട്ടുമുണ്ട്. ആ